എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും ഈ ആത്മീയ ആനന്ദം അനുഭവിച്ച വ്യക്തിക്ക് വേറെ മറ്റുള്ള ആനന്ദത്തെക്കാൾ ഏറ്റവും വലുത് ഈശ്വരീയമായ അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തിൽ നിന്നുള്ള ആനന്ദമാണ്. ഇപ്പോൾ അവിടെ ഒരു 100 പേർക്ക് ഒരാൾ ഒരു ക്ലാസ് എടുത്തു, എത്ര പേരത് ഉൾക്കൊള്ളും? ആത്മീയമായിട്ട് നമ്മൾ പോകുന്നു. നമ്മൾ ജോലിക്ക് വരുന്ന സമയത്തും എല്ലാം തന്നെ അന്നും നമ്മൾ മണിയാട്ടൻ്റെ ശിഷ്യനായിരുന്നു, ഈ ആത്മീയതയിൽ കൊണ്ടു നടന്നു. അപ്പോൾ നമ്മൾക്ക് ആദ്യമെല്ലാം എതിർപ്പുകളുണ്ടായിരുന്നു. ഒരു നല്ലൊരു പയ്യൻ നോക്കി തലയും താടിയൊക്കെ വളർത്തി നടക്കുന്നു, എല്ലാവരും കൂടുന്ന രീതിയിൽ വ്യത്യസ്തമായി സംസാരിക്കുക, ഇതൊക്കെ പറയുമ്പോൾ അതായത് കൂട്ടുകാരന്മാരും അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന അവരുടേതായ രീതിയിലല്ലല്ലോ നമ്മൾ സമീപനം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾക്കൊരു ചെറിയ ഇപ്പം വലിയ തത്വജ്ഞാനിയാണ് എന്നുള്ളതൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇതുകൊണ്ടൊന്നും യഥാർത്ഥ സത്യാന്വേഷണി മാറിപ്പോവില്ല. അവൻ എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും ഈ ആത്മീയ ആനന്ദം അനുഭവിച്ച വ്യക്തിക്ക് വേറെ മറ്റുള്ള ആനന്ദത്തെക്കാൾ ഏറ്റവും വലുത് ഈശ്വരീയമായ അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തിൽ നിന്നുള്ള ആനന്ദമാണ്. വേറെ ഒന്നും ആവശ്യമില്ല, സദാ ആനന്ദമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആനന്ദകരമായി ചെയ്യാണ്. നമ്മളത് കഷ്ടപ്പെട്ട് അയ്യോ എനിക്ക് ജോലി വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തരുന്ന ജോലി ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും തരുന്ന ജോലി നമ്മളത് ആനന്ദകരമായി വന്നു, നമ്മുടെ 12:30 അല്ലെങ്കിൽ 1 മണി വരെ അത് ആനന്ദകരമായി ചെയ്യുന്നു, നമ്മളത് പോകുന്നു. പിന്നെ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളെ പല വിഷയങ്ങളും പല ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, പല ആൾക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ ഈശ്വരീയമായ ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈശ്വരീയമായ ആനന്ദം ലഭിക്കുക എന്നുള്ളത്, ഇപ്പോൾ അവിടെ ഒരു 100 പേർക്ക് ഒരാൾ ഒരു ക്ലാസ് എടുത്തു, എത്ര പേരത് ഉൾക്കൊള്ളും? ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു യജ്ഞത്തിൽ അല്ലെങ്കിൽ ഒരു ഗീതാ ക്ലാസ് അല്ലെങ്കിൽ പാരായണ ക്ലാസ്, ഇതിലെല്ലാം 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ എത്ര പേര് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്? കുറേ ആൾക്കാർ കഥയായിട്ട് കേട്ടിട്ട് പോകും. അതിൻ്റെ സത്ത് മാത്രം ഉൾക്കൊള്ളുന്നത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കർമ്മഫലമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ. അത് ഭൗതികമായി ചുറ്റിത്തിരിഞ്ഞ് പല ചിന്തകളും ഉള്ളവർക്ക് ഇത് ഗ്രഹിക്കാൻ സാധ്യമല്ല. ഇത് ഗ്രഹിക്കാൻ സാധ്യമെങ്കിൽ മനസ്സിൽ നമ്മൾ ഏകീകരിക്കണം. ഒരു ചിന്ത ഒരു ഭാഗത്തേക്കുള്ള നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ശരിക്കും ഈ പ്രകൃതിയെ സ്നേഹിക്കുകയാണെങ്കിൽ, ഓരോ പുൽക്കൊടിയെയും നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശാന്തത, അത് തന്നെയാണ് ഈശ്വരൻ്റെ സത്യം. പ്രകൃതിയിൽ നമ്മൾ പ്രകൃതിയെ ഓരോ നിമിഷവും നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ആനന്ദം നിറയും. അതിന് നിങ്ങൾ ചോദിച്ചതുപോലെ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, എങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ല? താൽക്കാലികമായ വിഷമം വരുമ്പോൾ മദ്യത്തിന് അടിമയാകുന്ന ആൾക്കാരുണ്ട്. താൽക്കാലിക സുഖം, ആ ലഹരിയിൽ അവരത് മറന്നുപോകും. അപ്പോൾ ഈ ലഹരി പോയി കഴിഞ്ഞാൽ പഴയപടി പിന്നെയും ആ ദുഃഖങ്ങൾ വരും. അപ്പോൾ ഈ ദുഃഖം മറക്കാൻ പിന്നെയും മദ്യം കഴിക്കും. അതല്ല, ശാശ്വതമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. മദ്യത്തിൻ്റെ ആവശ്യമില്ലാതെ ആത്മീയ ആനന്ദ ലഹരിയിൽ നിങ്ങൾക്ക് സദാ നടക്കാൻ സാധിക്കും. അതിന് പറ്റിയ ആചാര്യന്മാരെ സമീപിക്കണം. ഈ മദ്യം കഴിക്കുന്നതോടുകൂടി നിങ്ങളുടെ ശരീരത്തിനെയും നശിപ്പിക്കുന്നത്, മനസ്സിൻ്റെ ചിന്താഗതിയെ നശിപ്പിക്കും. പിന്നെ എല്ലാ എല്ലാ അവയവങ്ങളും നശിക്കും. ഈ അവയവങ്ങൾ നശിക്കുമ്പോൾ പല അസുഖങ്ങളുണ്ടാകും. സമ്പാദിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കണം, അത് വേറെ ദുഃഖം. അപ്പോൾ അതിൽ നിന്നും ഒരു മുക്തിയല്ലേ നല്ലത്. നമ്മുടെ ചിറ്റൂർ അമ്പാട്ടുപാളയം നടുക്കളത്താണ് നമ്മുടെ പൂർവികമായ വീട്. അച്ഛൻ, അമ്മ, മൂത്ത മകനായ ഞാൻ, എനിക്ക് താഴെ 2 അനിയന്മാർ, 2 അനിയത്തി. അങ്ങനെ ഞങ്ങൾ 5 മക്കളും
അച്ഛനമ്മയും, അതാണ് കുടുംബം. എല്ലാവരും ഇന്നും ഉണ്ട്. അച്ഛന് 86 വയസ്സായി, അമ്മയ്ക്ക് അതുപോലെ 76 വയസ്സ്, 77 വയസ്സായി. പിന്നെ അതിൻ്റെ താഴെ ഒരു അനിയത്തിയുണ്ട്. അവർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഹെഡ് നേഴ്സാണ്. അതിന് താഴെയുള്ള ഒരു അനിയത്തിയുണ്ട്. അവൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം. അതിൻ്റെ താഴെ ഒരു അനിയനാണ്, അവൻ ഇലക്ട്രീഷ്യനാണ്, ഇവിടെ ഹൈമാസ് ലൈറ്റിനെല്ലാം വർക്ക് ചെയ്യണം. അതിൻ്റെ താഴെയുള്ള ഒരു അനിയൻ, അവനും ഇപ്പോൾ ബാംഗ്ലൂരും മറ്റുള്ളവരുമായിട്ട് IT മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഡിയയിലും വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ മൈജിയിൽ എന്തോ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങളുടെ 5 മക്കളും അച്ഛനും അമ്മയും. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ജനനവും പഠിത്തവും എല്ലാം ഈ ചിറ്റൂർ തന്നെയാണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞതും നമ്മൾ ആധ്യാത്മികതയിൽ നമ്മൾ ചെറുപ്പ വയസ്സിൽ മുതലേ നമ്മൾക്ക് ആധ്യാത്മികതയും ഭക്തിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മണിയേട്ടനുമായി നമ്മൾ ആശ്രമത്തിൽ പോകുന്നതും, മണിയേട്ടൻ്റെ ആശ്രമത്തിൽ പോകുന്നതും, യോഗയും ധ്യാനവും ആ രീതിയിലും അല്ല ആധ്യാത്മികമായ ചിന്തകളിലൂടെ പോകുന്നതും കുറേ വായനകളും അങ്ങനെ നടന്നു. അങ്ങനെയാണ് 99-ൽ നമ്മൾക്ക് വിവാഹം നടന്നു. അതിൽ നമുക്ക് 3 മക്കളുണ്ട്, 3 ആൺകുട്ടികളാണ്. അതിൽ ഒരാളിപ്പോൾ മലേഷ്യയിലാണ്, പിന്നെ 2 ഇരട്ട കുട്ടികളാണ്. അതിൽ ഒരുത്തൻ ഇലക്ട്രീഷ്യനാണ്, ഒരുത്തൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ കുടുംബം. ഇപ്പം നമ്മൾ ഈ ആധ്യാത്മികമായ രീതിയിൽ കുറച്ച് തനിച്ച് താമസിക്കുകയാണ്. അച്ഛൻ, അമ്മ, അനിയനും അനിയൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഞങ്ങൾ വേറെ വീട് കെട്ടി. അപ്പോൾ അനിയനും അനിയൻ്റെ ഭാര്യയും 2 മക്കളുണ്ട്. അവരോട് കൂടിയാണ് അച്ഛനും അമ്മയും ഇരിക്കുന്നത്. നമ്മൾ ദിവസേന പോയി കാണാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വിട്ടൊക്കെ അവരെ കാണാറുണ്ട്. ഓർമ്മിക്കത്തക്ക രീതിയിലൊരു കാര്യം നമ്മൾക്ക് പറയുകയാണെങ്കിൽ, എനിക്കൊരു അപകടം സംഭവിക്കുകയുണ്ടായി. അതായത് അപ്പോൾ നമ്മൾ ഈ പ്രാണവിദ്യയും യോഗാഭ്യാസം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വിഷുവിന് തലേ ദിവസമായിട്ട് ഒരു മരത്തിൽ നമ്മൾ കൊന്നപ്പൂ വലിക്കുമല്ലോ, രാത്രി സമയങ്ങളിൽ കൊന്നപ്പൂ വലിക്കാനായിട്ട് കൂട്ടുകാരന്മാരുമായി പോയി മരത്തിൽ കയറി. അപ്പോൾ മരത്തിൽ കയറി മരത്തിൻ്റെ അതിലൊരു തരം പൊടിയാണ് ഈ കൊന്ന മരത്തിൽ. അത് നമ്മൾ സ്ലിപ്പായി അതിൽ നിന്ന് താഴെ വീണു, ഏറ്റവും നല്ല ആഴമുള്ള ഭാഗത്തേക്ക് വീണതും നമ്മുടെ ശ്വാസം അവിടെ നിലച്ചു. ശ്വാസം എടുക്കാനും പറ്റുന്നില്ല, വിടാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്നൊരാൾ കൂട്ടുകാരന്മാരൊക്കെ, അതായത് സമയം ഒരു 4 മണി ആ സൗണ്ട്, വെളിച്ചമില്ല, എല്ലാവരും ഓരോ മരത്തിലാണ് കയറി നിൽക്കുന്നത്, ആർക്കും കാണുന്നുമില്ല. എന്താ ചെയ്യാന്ന് ഒരു പിടിയില്ല. പക്ഷെ ഓർമ്മയുണ്ട്. അപ്പോഴാണ് ഗുരുവിൻ്റെ നിർദ്ദേശം എനിക്ക് ഓർമ്മ വന്നത്. പ്രാണൻ നിലച്ചാൽ എന്തെല്ലാം വിദ്യകൾ ചെയ്യണം. അപ്പോൾ ആ ഓർമ്മയിൽ നമ്മൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഉയർത്തുകയും താഴ്ത്തുകയും താഴുകയും നിവരുകയും അങ്ങനെയുള്ള പല വിദ്യകൾ പറഞ്ഞതില്ല. അതെല്ലാം ചെയ്ത്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ശ്വാസം നിലച്ചു, ഭയങ്കര ഒരവസ്ഥയായി. അപ്പോൾ ഈ അഭ്യാസങ്ങൾ പറഞ്ഞു തന്നത്, ആ അഭ്യാസങ്ങൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞതും ശ്വാസം വന്നു. അതൊരു പുനർജന്മമായിട്ടാണ് ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ അനുഭവം ഉള്ളത്. അപ്പോൾ ചെയ്ത വിദ്യ നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് എനിക്കതിൽ ചിലപ്പോൾ അതൊരു നമുക്ക് നിമിത്തമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു തിരിച്ചറിവായിരിക്കാം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു തിരിച്ചറിവിന് വേണ്ടിയും സംഭവിക്കാമല്ലോ. ജന്മന ഞാൻ 2 കാലും മടങ്ങി പുറം കാല് കൊണ്ട് നടക്കുന്ന ഒരാൾ, ജന്മന വികലാംഗനാണ്. അന്ന് സ്കൂളിൽ പോകണമെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല, അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ സ്കൂളിൽ കൊണ്ടുപോയി വിടണം. അങ്ങനെ പോകുമ്പോഴാണ് കുട്ടികൾ നമ്മളെ പരിഹസിക്കും. മറ്റുള്ള കുട്ടികൾ, ഇതാ നമുക്ക് മുടന്തൻ വന്നിരിക്കുന്നുണ്ടാ, അന്ന് നമ്മളെ ഞൊണ്ടിന്നും മുടന്തൻ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു സങ്കടമാണ്. നമ്മൾ ജന്മന നമ്മൾ കാലിൻ്റെ വളവോട് കൂടിയിട്ടാണ് ജനിച്ചത്.
അതാണ് നമ്മൾക്ക് ആദ്യത്തെ കുട്ടിക്കാലത്തുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നത്. ആ വിഷമം നമ്മൾ അമ്മയോട് പങ്കിടും. അപ്പം അമ്മയും ആ വിഷമത്തിൽ പങ്കുചേർന്ന് അമ്മയും മോനും കരയും. അന്ന് അമ്മ ഈശ്വരനോട്, എൻ്റെ മോന് ഇങ്ങനെ ഒരു അവസ്ഥ കൊടുത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ദുഃഖം, എന്താ ഭഗവാനെ എൻ്റെ മകൻ്റെ കാലൊന്ന് ശരിയാക്കി തന്നൂടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അത് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളിങ്ങനെ ഒരു സന്ധ്യാസമയത്ത് കരഞ്ഞുകൊണ്ട് ഇരിക്കുക, അമ്മയും മോനും കൂടി. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് വീട്ടിലേക്ക് ഒരു പ്രായമായ ഒരു മനുഷ്യൻ കടന്നു വന്നത്. അപ്പോൾ എന്തിനാ മക്കളെ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി, എൻ്റെ മകൻ ഇങ്ങനൊരവസ്ഥ, അവനെ കുട്ടികളെല്ലാം കളിയാക്കുന്നു, അവൻ്റെ സങ്കടം ഇവിടെ വന്ന് പറയും. അപ്പോൾ എനിക്കും ദുഃഖം, ഞാൻ ഈശ്വരനോടല്ലാതെ വേറെ ആരിനോടാ പറയുക എന്നതായിരുന്നു അമ്മയുടെ സങ്കടം. അപ്പം നിങ്ങൾ ഭയപ്പെടേണ്ട മക്കളെ, നിങ്ങൾ പ്രശ്നമൊന്നും വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ശബരിമലയ്ക്ക് ഇപ്രാവശ്യം മക്കൾക്ക് കൈകൊണ്ട് ഒരു നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തേക്കൂ. കുട്ടിയുടെ കാലെല്ലാം ശരിയായി നടക്കാനാകുമ്പോൾ 16 വയസ്സിൽ അവന് മല ചവിട്ടിക്കൂ എന്ന് അദ്ദേഹം, ആ ഒരു പ്രായമായ ആൾ, അത് ആരാണെന്ന് ഞാൻ കുട്ടിപ്രായത്തിലാണ് കണ്ടത്. ഒരു മിന്നായം പോലെ ഒരു രാത്രി വന്നിരുന്നു, ആരാണെന്നറിയില്ല. അത് അദ്ദേഹം പോവുകയും ചെയ്തു. ആ വർഷം തന്നെ വീട്ടുകാർ നമ്മുടെ കൈ കൊണ്ട് ഗുരുസ്വാമിയുടെ കയ്യിൽ ഒരു നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തു വിട്ടു. അതിനുശേഷം നമ്മുടെ കാൽ തനിയെ നൂരാൻ തുടങ്ങി. വളവുകൾ നൂർന്ന് ഞാൻ വിരലുകൾ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് 2 കാലും എനിക്ക് ശരിയായി. ഒരു 3ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എൻ്റെ കാലുകൾ സാധാരണഗതിയിലായി. ഇത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കെല്ലാം അതിശയമാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? നമുക്കും ഒരു അതിശയമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഓപ്പറേഷൻ ചെയ്യുകയോ ബാൻഡേജ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല, തന്നെ നൂർന്നു. ഇത് അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതാദ്യമായിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾക്ക് ആ ഈശ്വരീയമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ മനസ്സ് കലങ്ങി വിളിച്ചാൽ ആ ഈശ്വരൻ എന്നുള്ള ആ പ്രകൃതി സത്യം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുഭവമാണ് ഈശ്വരൻ. അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയും എൻ്റെ കുടുംബക്കാരുമാണ്. ഇതാണ് സത്യം. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ആത്മസഹോദരങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല. ജീവിതം നമ്മൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഒരു ജന്മം എന്ന് പറയുന്നത് ജനനവും മരണവും. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലെ കുറച്ച് സമയമാണ് നമ്മൾക്ക് ജീവിതം. ഈ ജീവിതത്തിൽ ദുഃഖമില്ലാതെ ദുരിതമില്ലാതെ നമ്മൾ ജീവിക്കാൻ നോക്കണം. സന്തോഷകരമായി ആനന്ദകരമായി ജീവിക്കണം. അതിനെന്താണ് വഴി? നമ്മൾ അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, വലിയ വലിയ വീട് കെട്ടുന്നു, ആഡംബര കാറുകൾ വാങ്ങുന്നു, ഇതെല്ലാം വാങ്ങിച്ചെത്തുന്നു. പക്ഷേ ദുഃഖമുണ്ടെങ്കിൽ, എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു ദുഃഖമുണ്ടെങ്കിൽ പിന്നെ ഈ സമ്പാദിച്ചത് കൊണ്ടോ ഈ വീട് കെട്ടിയത് കൊണ്ടോ കാറ് വാങ്ങിച്ചത് കൊണ്ടോ എന്ത് മഹിമയാണുള്ളത്? ഇതെല്ലാം വേണം, എന്നാൽ നമ്മൾ ആനന്ദകരമായി ജീവിക്കുകയും വേണം. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആനന്ദകരമായി ജീവിക്കുക എന്നുള്ളതാണ് മുഖ്യമായ സന്ദേശം. എല്ലാവരും ആനന്ദകരമായി ജീവിക്കണം, സന്തോഷകരമായി നിൽക്കണം, സന്തോഷകരമായി ജീവിക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ആധ്യാത്മികതയിൽ നമ്മൾക്ക് ആനന്ദം വേണമെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മാനസികമായ ഒരു ഉല്ലാസം, ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പലതും കാണണം, പലതും കേൾക്കണം, പലതും അനുഭവിക്കണം. തിരിച്ചറിയാനുള്ള നമ്മൾക്ക് ഒരു ശേഷി ഉണ്ടാകണം. അതിന് നമ്മുടെ പൂർവികന്മാരായിട്ടും വേദങ്ങളിലും പറഞ്ഞത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. ഈ വാനപ്രസ്ഥം എന്നത് ഗാർഹസ്ഥ്യം കുടുംബജീവിതം കഴിഞ്ഞാൽ വാനപ്രസ്ഥം. നമ്മൾ അമ്പലങ്ങൾ, ഈ മഹാക്ഷേത്രങ്ങൾ, മഹാസിദ്ധന്മാരുടെ സമാധികൾ,
അങ്ങനെയെല്ലാം നമ്മൾ പലതും ഈ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ, അല്ലെങ്കിൽ അത് കണ്ട് മാത്രമല്ല അത് അനുഭവിക്കണം. ഇതിന് സൂക്ഷ്മമായി ഇരിക്കുക, സൂക്ഷ്മമായി കാണുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായ ആനന്ദമുണ്ടാകും, അറിവുകളുണ്ടാകും. അറിവാണ് നമ്മൾക്ക് ആനന്ദമുണ്ടാക്കുന്നത്. ഭയമില്ലാതിരിക്കുക, അതാണ് അറിവ്. ഭയമില്ലാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആനന്ദമുണ്ടാവൂ. മനസ്സിൽ ഭയമുണ്ടെങ്കിൽ എന്ത് സാധന ചെയ്തിട്ടും കാര്യമില്ല, എന്ത് പണമുണ്ടായിട്ടും കാര്യമില്ല. ഭയം നിങ്ങൾക്ക് രോഗിയാക്കും. 4-5 ആൾക്കാരെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു യാത്രകൾ ചെയ്യാറുള്ളത്. അതിപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ ഇല്ല. അതിനു മുമ്പ് ഹിമാലയം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട്, കാശിയിൽ പല പ്രാവശ്യം പോയി, ഗയ, അങ്ങനെ നമ്മൾ അങ്ങനെ പല ഭാഗങ്ങളിലും പല പ്രാവശ്യങ്ങളായിട്ട് പോകാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അമ്പലങ്ങളായാലും ഈ പൂർവികന്മാരായിട്ടുള്ള മഹാസിദ്ധന്മാരുടെ സമാധികൾ, അവരുടെ ആശ്രമങ്ങൾ, പ്രകൃതിദത്തമായ പല ഭാഗങ്ങളും, അങ്ങനെയൊക്കെ നമ്മളുടെ യാത്രകൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് പലതും തിരിച്ചറിയാൻ പറ്റും. പല അനുഭവങ്ങൾ നമുക്കുണ്ടാകും. സ്പിരിച്വലായിട്ട് പല ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മാനസികമായ ആനന്ദ അനുഭൂതി അനുഭവിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും കുറച്ച് ആ മാനസികമായ ആനന്ദത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നത്. അതിലൊരു കുറച്ച് പൈസ എടുത്ത് നിങ്ങൾ പല കാഴ്ചകളും കാണും. കുറച്ച് പൈസ എടുത്തിട്ട് കാഴ്ച കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. പാലക്കാട് ജില്ലയിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ആശ്രമങ്ങൾ നിറയുണ്ട്. ആധ്യാത്മികമായിട്ട് അറിയാനും മനസ്സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ആശ്രമങ്ങളിലാണ് സമീപിക്കേണ്ടത്. ആശ്രമങ്ങളിൽ പോയാൽ സമാധാനം കിട്ടും, ചോദിച്ചതിന് ഉത്തരവും കിട്ടും ഗുരുക്കന്മാരുടെ അടുത്ത്. ആ ഉത്തരം കിട്ടുമ്പോഴാണ് നിങ്ങൾ ഏത് വഴിക്ക് പോകണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു മാർഗരേഖ അവർ തരും. മനസമാധാനവും സന്തോഷവും വേണമെങ്കിൽ ആദ്യം അനുസരണയാണ് വേണ്ടത്. ഗുരുക്കന്മാരായാലും മാതാപിതാക്കളായാലും അറിവുള്ളവരായാലും ആരുടെയും പറയുന്ന നമ്മൾക്കൊരു കാര്യം നല്ലത് പറഞ്ഞു തന്നാൽ അതിനെ അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും. അനുസരിക്കാൻ മനസ്സില്ലാത്തവർക്ക് ദുഃഖമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഈ ഒരു വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ ആത്മസഹോദരങ്ങൾക്കും സവിനയം വിനയപുരസ്കാരം നമസ്കാരം പറഞ്ഞുകൊണ്ട് ബാബുസ്വാമി കർമ്മയോഗി. നമസ്കാരം.